വിദേശ രാജ്യങ്ങൾക്കുള്ള സഹായം അമേരിക്ക മരവിപ്പിച്ചു. നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായം ഉടൻ നിർത്തണമെന്നും പുതിയ സഹായങ്ങൾ തടയണമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച് അമേരിക്കൻ കോൺസുലേറ്റുകൾക്കും ഡിപ്ലോമാറ്റിക് കേന്ദ്രങ്ങൾക്കും അടിയന്തര സന്ദേശങ്ങൾ പോയിട്ടുണ്ട്. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്നും തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഒരു പുതിയ പാതയിലാണ് എന്ന് നമുക്ക് വിശ്വസിക്കണോ? തീർച്ചയായിട്ടും SKN US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ് ഒരാഴ്ച ആയിട്ടില്ല. അതിനു മുമ്പാണ് വാഷിംഗ്ടണിൽ നിന്ന് ഒരു കടുത്ത തീരുമാനം കൂടെ വന്നിരിക്കുന്നത്. വിദേശ രാജ്യങ്ങൾക്കുള്ള അമേരിക്കൻ സഹായം മരവിപ്പിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാണ് ഇന്ന് പോയിരിക്കുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ US കോൺസുലേറ്റുകൾക്കും അതുപോലെ അമേരിക്കയുടെ വിവിധ ഡിപ്ലോമാറ്റിക് കേന്ദ്രങ്ങളിലേക്കുമാണ് ഇത് സംബന്ധിച്ചുള്ള ഈ അടിയന്തര സന്ദേശം അയച്ചിരിക്കുന്നത്. നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അമേരിക്കൻ സഹായവും ഉടൻ നിർത്തണമെന്നും അതുപോലെ പുതിയ സഹായങ്ങൾ ഉണ്ടെങ്കിൽ അത് തടയണമെന്നും മാർക്കോ റൂബിയോയുടെ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ അധികാരം ഏറ്റെടുത്ത തിങ്കളാഴ്ച തന്നെ ഡൊണാൾഡ് ട്രംപ് 90 ദിവസത്തേക്ക് വിദേശ സഹായങ്ങളൊക്കെ ഹോൾഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ആഗോളതലത്തിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെയൊക്കെ ഇപ്പോൾ സഹായം ലഭിക്കുന്ന പല പദ്ധതികളുണ്ട്. അവർക്ക് മുൻപോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തീരുമാനമാണിത്. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വിദേശ നയവുമായി അലൈൻ ചെയ്തു പോകുന്ന പദ്ധതികൾക്ക് മാത്രമായിരിക്കും ഭാവിയിൽ അമേരിക്കയുടെ ഈ സാമ്പത്തിക സഹായം ലഭിക്കുക. എന്നാൽ ഇസ്രയേൽ അല്ലെങ്കിൽ ഈജിപ്റ്റ് എന്നീ 2 രാജ്യങ്ങൾക്കും അതുപോലെ അടിയന്തര ഭക്ഷ്യ സഹായത്തിനുമൊക്കെയുള്ള വിദേശ സൈനിക ധനസഹായത്തിന് ഈ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിൽ ഇളവും നൽകുന്നുണ്ട്. SKN. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്കൊരു ഇടവേള പോകണം. ഈ മധു പറഞ്ഞത് വളരെ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ അമേരിക്കൻ സഹായം പല ലോകരാജ്യങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. യുക്രൈൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും ഈ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ സഹായങ്ങൾ അപ്പാടെ നിർത്തി അമേരിക്കൻ താല്പര്യങ്ങൾ, ദേശീയ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പുതിയ പ്രസിഡന്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം ഈ ലോക പോലീസുകാരൻ ചുമതലയ്ക്ക് ശേഷവും ഒരു കുറേ കാലം അങ്ങനെയായിരുന്നു. വേൾഡ് പോലീസ്മാൻ്റെ റോളിലായിരുന്നു അമേരിക്ക. അന്ന് അവരുടെ താല്പര്യത്തിന് വേണ്ടി അവർ പല രാജ്യങ്ങളെയും സഹായിച്ചു. എന്നാൽ ഇന്നിപ്പോൾ ലോക രാജ്യക്രമങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസൃതമായി അമേരിക്ക പല സഹായങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഈ സഹായങ്ങളൊക്കെ അപ്പാടെ നിർത്തിവെക്കുമെന്നതാണ് അമേരിക്കയുടെ പുതിയ ഭീഷണി.